ഹായ് ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, ഞാൻ ആശാ വിനീഷ്. KS എന്ന സ്വപ്നം നിങ്ങളെല്ലാവരും കണ്ടു തുടങ്ങി അല്ലേ? അപ്പം KS സ്വപ്നത്തിലേക്ക് നടന്നെടുത്ത നമ്മളുടെ പ്രിയപ്പെട്ട ആസിഫ് അലിയാർ സാറിനോടൊപ്പമാണ് ഞാൻ ഇന്നുള്ളത്. സാറ് കഴിഞ്ഞ എക്സാമിൽ 35ാമത്തെ റാങ്ക് ഹോൾഡറാണ്. ഇപ്പോൾ കാസർഗോഡ് ജില്ലയിൽ വർക്ക് ചെയ്യുന്നു. ബിടെക് കഴിഞ്ഞിട്ട് അതിനുശേഷം UPSC പ്രിപ്പറേഷനുമായിരുന്നു. അതിനുശേഷമാണ് സാർ KS എന്ന സ്വപ്നം നേടിയെടുത്തത്. അതിന് ആവശ്യമായിട്ടുള്ള KS എന്നുള്ള ഒരു സ്വപ്നത്തിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി പ്രിപ്പറേഷൻ എങ്ങനെയായിരുന്നു, അതോടൊപ്പം തന്നെ ഈ ജോലിയുടെ സ്വഭാവം എന്താണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടി വിശദീകരിച്ച് തരാനായിട്ട് സാറിന് എന്നോടൊപ്പമുണ്ട്. സാർ വെൽക്കം. KSലേക്കുള്ള ഒരു വരവ്, ആ ഒരു വരവ് എങ്ങനെയായിരുന്നു അവിടെ വെച്ചിട്ട് KSലേക്കുള്ള ഒരു വരവ് എന്ന് പറയുന്നത്? സെക്കൻഡ് അറ്റംപ്റ്റിൽ UPSC പ്രിലിംസ് പാസ്സാവാൻ സാധിച്ചില്ല. പക്ഷേ തേർഡ് അറ്റംപ്റ്റിൽ UPSC പ്രിലിംസ് പാസ്സായി കഴിഞ്ഞപ്പോൾ മെയിൻസ് വന്നു. മെയിൻസ് വരാൻ നേരത്ത് ആ ടൈമിലാണ് എനിക്ക് റെയിൽവേയിൽ ജോയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ഓർഡർ വരുന്നത്. ജോയിൻ ചെയ്യാൻ വേണ്ടി എനിക്കന്ന് മെയിൻസിൻ്റെ സമയമാണ്. അപ്പോൾ ഞാനൊരു ലെറ്റർ അയച്ചു, എനിക്ക് എന്തായാലും ഇപ്പോൾ UPSC മെയിൻസിലുണ്ട്, ജോയിൻ ചെയ്യാൻ ഇപ്പോൾ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ട് മെയിൻസ് കഴിഞ്ഞിട്ട് ഞാൻ അവരുടെ മെയിൻ ഓഫീസിൽ പോയിട്ട് റെയിൽവേ കൊണ്ട് കൊടുത്തു. ഞാനൊരു ലെറ്റർ കൊടുത്തു, എൻ്റെ ട്രെയിനിങ് നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് മാച്ചിലേക്ക് പോസ്റ്റ്പോൺ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു പോസ്റ്റ്പോൺ ചെയ്യാൻ നേരത്തെ നിങ്ങളുടെ സീനിയോറിറ്റി ബാധിക്കും. ഓക്കെ ഫൈൻ, കുഴപ്പമില്ല. കാരണം എനിക്ക് ആ ജോലിയോട് താല്പര്യം ഇല്ല എന്നല്ല, പക്ഷെ എപ്പോഴും ആസ്പയർ ചെയ്തിട്ടുള്ളത് സിവിൽ സർവീസ് മേഖലയാണ്. അപ്പോൾ എന്തായാലും റെയിൽവേനോട് അങ്ങനെ ഒരു ഇത് വേണ്ടെന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു ഓക്കെ ലാസ്റ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലാസ്റ്റ് ബാച്ച് 2019 ഡിസംബറിലായിരുന്നു ലാസ്റ്റ് ബാച്ച് വന്നത്. ആ സമയത്ത് ഒരു കോഡ് വരെയാണ്, SMS വന്നു, മെയിലും വന്നു, നിങ്ങളിപ്പോൾ ലാസ്റ്റ് ബാച്ച് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യണം, ഇനി ഒരു ഡേറ്റ് ഇല്ല. അപ്പോൾ ജോയിൻ ചെയ്തില്ലെങ്കിൽ ആ ജോലി പോകുന്നുള്ള കാര്യം ഉറപ്പായിപ്പോൾ ജോയിൻ ചെയ്തു ട്രെയിനിങ് ആരംഭിച്ചു. ആ സമയത്ത് 2019 മെയിൻസ് എഴുതിയിരിക്കുകയാണ്. മെയിൻസിന്റെ എന്ന് വരും റിസൾട്ട് എന്ന് അറിയില്ല. അപ്പോൾ ഞാൻ റെയിൽവേയുടെ ട്രെയിനിങ് സമയത്ത് തന്നെ ഡെയിലി ന്യൂസ് പേപ്പർ വായിച്ചിട്ട് മെയിൻസ് പാസ്സാകുമെന്നുള്ള പ്രതീക്ഷയിൽ ഇന്റർവ്യൂ പഠിച്ചു തുടങ്ങിയിരുന്നു. ഇനി സാറിൻ്റെ ഒരു പ്രിപ്പറേഷൻ, അതായത് സിവിൽ സർവീസിൽ നിന്ന് KSലേക്കുള്ള ഒരു പ്രിപ്പറേഷൻ സമയത്ത് സാർ ഈ നോട്ടുകളും പഠന സ്ട്രാറ്റജി പറഞ്ഞു, എങ്ങനെയാണ് സാറിൻ്റെ ഒരു നോട്ടുകളും മറ്റുമൊക്കെ എഴുതി സൂക്ഷിച്ചുകൊണ്ടിരുന്നത്? നോട്ട്സ് ഞാൻ ബേസിക്കലി ഫോക്കസ് ചെയ്തത് എല്ലാ ടോപ്പിക്കിനും ജസ്റ്റ് ഒരു ബേസിക് ബുക്ക് മാത്രം റെഫർ ചെയ്യും. ഇപ്പോൾ കേരള ഹിസ്റ്ററിക്ക് ആണെങ്കിലും എന്തിനാണെങ്കിലും ബേസിക് ഒരു ബുക്ക് മാത്രം റെഫർ ചെയ്യും. സ്വാഭാവികമായിട്ട് നമുക്ക് തന്നെ അറിയാം, ഒരു പുസ്തകം വായിച്ചുകൊണ്ട് മാത്രം എല്ലാ കണ്ടന്റും കിട്ടണമെന്നില്ല. ബാക്കി എക്സ്ട്രാ വന്ന കണ്ടന്റ് ഏതൊക്കെ സോഴ്സ് ചെയ്യാൻ സാധിക്കും, ആ ഒരു സോഴ്സിൽ ഞാൻ തന്നെ ഒരു ചെറിയ നോട്ട് ഉണ്ടാക്കി വയ്ക്കും. ആ നോട്ട് മാത്രം ഞാൻ പിന്നീട് റെഫർ ചെയ്യുള്ളൂ. ഞാനിപ്പോൾ ബേസിക്കലി ഫിസിക്കൽ നോട്ട്സ് ആണ് റെഫർ ചെയ്തിട്ടിരുന്നത്. എല്ലാം കേരള ഹിസ്റ്ററിക്ക് ഒരു ബുക്ക്, കേരള ജോഗ്രഫിക്ക് ബുക്ക്, അങ്ങനെ ഓരോ ബുക്ക് നോട്ട്ബുക്ക് ഉണ്ടാക്കിയിട്ട് നോട്ട്ബുക്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് വയ്ക്കും. പിന്നെ പരീക്ഷയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കും. സ്പെഷ്യൽ മെയിൻസ് ആവാൻ നേരത്ത് ഒരു പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കും. അപ്പോൾ സ്പീഡിൽ നമുക്ക് ആ പോയിന്റ് ഓർത്തിരിക്കും. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ആ പോയിന്റ് ഓർത്തിരുന്ന ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് തന്നെ ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ആ രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും ഈ KS സത്യം പറഞ്ഞാൽ ഇപ്പോഴും KS എന്നുള്ള ഒരു ജോബ് പോസ്റ്റ് അതിൻ്റെ ജോലി എന്തൊക്കെയാണ് ഇപ്പം സാർ ജോലിയിലിരിക്കുകയാണ്, കാസർഗോഡ് ജില്ലയിലാണ്. അപ്പോൾ എന്തൊക്കെയാണ് സാറിൻ്റെ ഒരു ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? സർവീസ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ കാസർഗോഡ് ജില്ലയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോലി ചെയ്യാണ്. അതാണ് എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് കിട്ടിയത്. KSൽ ബേസിക്കലി എൻട്രി ലെവൽ എന്ന് പറയുന്നത് 4 ടൈം സ്കെയിലാണ്. KSന്റെ സ്പെഷ്യൽ റൂൾസ് ഉണ്ട് 2018. അപ്പോൾ KS ആസ്പിറൻസ് എല്ലാവരും തന്നെ സ്പെഷ്യൽ റൂൾസ് വായിക്കണം. PSCയുടെ വെബ്സൈറ്റിലുള്ളതാണ്. അത് വലിയൊരു ഡോക്യുമെന്റ് അല്ല, ചെറിയൊരു ഡോക്യുമെന്റ് ആണ്. എന്താണ് KS എന്നുള്ളതിനെ പറ്റിയുള്ള എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് അതിലുണ്ട്. എല്ലാവരും അത് വായിക്കണം. അപ്പോൾ അതിൽ പറയുന്നുണ്ട് എൻട്രി ലെവൽ പോസ്റ്റ് എന്ന് പറയുന്നത് KS ജൂനിയർ ടൈം സ്കെയിലാണ്. പിന്നീട് സീനിയർ ടൈം സ്കെയിൽ വരുന്നു, തേർഡ് ടൈം സ്കെയിൽ സെലക്ഷൻ ടൈം സ്കെയിൽ വരുന്നു, ഫോർത്ത് സൂപ്പർ ടൈം സ്കെയിൽ വരുന്നു. അപ്പോൾ ഞാനൊക്കെ ജൂനിയർ ടൈം സ്കെയിൽ ഓഫീസറാണ്. അപ്പോൾ അതിൽ സെക്കൻഡ് ഗസറ്റഡ് പോസ്റ്റുകളാണ് നമുക്ക് വരുന്നത്. അതായത് ഇപ്പോൾ റവന്യൂലാണെങ്കിൽ ഡെപ്യൂട്ടി കളക്ടർ, GSTയിലാണെങ്കിൽ ഡെപ്യൂട്ടി കമ്മീഷണർ, പിന്നെ അതുപോലെ സിവിൽ സപ്ലൈസിലാണെങ്കിൽ ഡിസ്ട്രിക്ട് സപ്ലൈ ഓഫീസർ, സെക്രട്ടേറിയറ്റിലാണെങ്കിൽ അണ്ടർ സെക്രട്ടറി, LSTDയിലാണെങ്കിൽ അസിസ്റ്റന്റ് ഡയറക്ടർ അല്ലെങ്കിൽ മുനിസിപ്പൽ സെക്രട്ടറി. ഞാനിപ്പോൾ സർവേയിലായതുകൊണ്ട് സർവേയിൽ അസിസ്റ്റന്റ് ഡയറക്ടർ, ആ രീതിയിലുള്ള പോസ്റ്റുകളാണ് വരുന്നത്. അപ്പം ഈ നമ്മുടെ എല്ലാ ജില്ലകളിലേക്കും എത്ര KS ഓഫീസേഴ്സ് ഉണ്ടായിരിക്കും? അത് സർക്കാരിൻ്റെ ഇതാണ്. ഇപ്പോൾ അതായത് ഇപ്പോൾ ഇന്നിപ്പോൾ ഈ ജില്ലയിൽ ഇത്ര പേരുണ്ടെന്ന് വിചാരിച്ച് നാളത്തെ ഒരു ട്രാൻസ്ഫർ പോസ്റ്റിംഗ് വരാൻ നേരത്ത് ജില്ലയിലുള്ള ആളുകളുടെ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഇപ്പോൾ ഞാനിപ്പോൾ ജോലി ചെയ്യുന്നത് കാസർഗോഡാണ്. കാസർഗോഡ് 8 KS ഓഫീസേഴ്സ് ഉണ്ട്.
അതിൽ പല ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ഞാൻ സർവേ. ഇപ്പോൾ ഒരാൾ റവന്യൂ ഉണ്ട്, ഒരാൾ എംപ്ലോയ്മെന്റ് ഉണ്ട്, ഒരാൾ ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ഉണ്ട്, വേറെ ഒരാൾ സോഷ്യൽ ജസ്റ്റിസിലുണ്ട്, വേറെ ഒരാൾ ട്രൈബൽ ഡെവലപ്മെന്റിലുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് പോസിറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ ഒന്ന് ഫോൺ കോൾ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ചാൽ തന്നെ പല ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള കോർഡിനേഷൻ ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ബാക്കിയുള്ള ജില്ലകളിൽ നമ്പർ വേരി ചെയ്തിട്ടിരിക്കും, ഓരോ ജില്ലയിലും വേരി ചെയ്തുകൊണ്ടിരിക്കുകയും. ഇപ്പം ആദ്യത്തെ നമ്മുടെ KS ബാച്ചാണ് സാറൊക്കെ ഉൾപ്പെടുന്നത്. അപ്പം ഏകദേശം 104 പേര് 105 പേര് അല്ലേ? 105 സാങ്ഷൻ സ്ട്രെങ്ത്. 105 പേരിൽ ഒരാൾ ട്രെയിനിങ് സമയത്ത് IAS കിട്ടി പോയിട്ടുണ്ടായിരുന്നു. 104 പേര്. അപ്പം ഈ 104 പേര് എന്ന് പറയുന്നത് സ്ട്രീം 1-ലുള്ളവരുണ്ട്, 2-ലുണ്ട്, 3-ലുള്ളവരുണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു ആ ഒരു ട്രെയിനിങ് പീരീഡ്? എത്ര നാളായിരുന്നു? എങ്ങനെയായിരുന്നു കാലം? ട്രെയിനിങ് ടോട്ടൽ പീരീഡ് 80 months ആയിരുന്നു. 1.5 years ആയിരുന്നു ട്രെയിനിങ്. നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ 3 സ്ട്രീം എന്നുള്ളവരുണ്ടാവാൻ നേരത്ത് ഏജ് ഗ്രൂപ്പ്സ് 25 years ഉള്ള ആളുണ്ട്, 49 വയസ്സുള്ള ആളുണ്ട്. സ്വാഭാവികമായിട്ടും പക്ഷേ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് തന്നെ സംശയം ഉണ്ട്, ഇത് എങ്ങനെയാണ് ഇത്രയും ഏജ് ഡിഫറൻസ് ഉള്ള ഒരു ഇന്ററാക്ഷൻ ചെയ്യുന്നത്. പക്ഷെ പിന്നീട് ആയി കഴിഞ്ഞപ്പോൾ ഈ സ്ട്രീം 1, 2, 3 എന്ന് പറയാൻ നേരത്ത് വലിയ, ഇപ്പോൾ അതായത് ഏതോ സിനിമ പറയും പോലെ ഇവർ തമ്മിലുള്ള അന്തർധാര സജീവമാണെന്ന് പറയും പോലെ ഇപ്പൊ ഞാൻ ഒരു 10 വർഷം കഴിഞ്ഞ് എങ്ങനെ ഇരിക്കും, അതാണ് സ്ട്രീം 2. ഞാൻ എങ്ങനെയായിരിക്കും ഒരു 15 years കഴിയും, അതാണ് സ്ട്രീം 3. അതല്ലാതെ വലിയൊരു ഏജ് വൈസ് വലിയൊരു ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടില്ല. ട്രെയിനിങ് കഴിഞ്ഞപ്പോഴേക്കും ഈ പറഞ്ഞ സ്ട്രീം വൈസ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഒക്കെ മാറി എന്ന് തന്നെ പറയാം. ഈ 18 മാസത്തിലുള്ള ട്രെയിനിങ് പീരീഡിൽ ഓവറോൾ നമ്മൾ സർവീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ? 18 months ട്രെയിനിങ് എന്ന് പറയുന്നത് അതിൽ ഫസ്റ്റ് 3 months ഫൗണ്ടേഷൻ കോഴ്സ് ആയിരുന്നു. അതിനുശേഷം കോർ കോഴ്സ് 1, കോർ കോഴ്സ് 2 എന്നുള്ള 2 ഫേസ് വന്നിട്ടുണ്ട്. ആ സമയത്ത് തന്നെയാണ് 2 ഫേസ് ആയിട്ട് ഡിസ്ട്രിക്ട് അറ്റാച്ച്മെന്റ്സ് വന്നിട്ടുണ്ട്. ഡിസ്ട്രിക്ട് അറ്റാച്ച്മെന്റ്സിന്റെ ഭാഗമായിട്ട് പല ഡിപ്പാർട്ട്മെന്റുകളിലും സാധാരണ ഒരു ഓൺ ആൻ ആവറേജ് 3 ദിവസം വെച്ചിട്ടും ചില ഡിപ്പാർട്ട്മെന്റിൽ 6 ദിവസം വെച്ചിട്ടും ട്രെയിനിങ് കിട്ടിയിരുന്നു. പിന്നെ അതല്ലാതെ കേരള പോലീസ് അക്കാഡമി, കേരള ഹൈക്കോർട്ട്, കേരള ജുഡീഷ്യൽ അക്കാഡമി, സർവീസ് ആൻഡ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, 25 days ഓഫ് കേരള ദർശൻ, 21 days ഓഫ് ഭാരത് ദർശൻ, എല്ലാം കൂടി കവർ ചെയ്തിട്ടുള്ള ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിരുന്നു. ട്രെയിനിങ് പ്രോഗ്രാം നമുക്കൊരു അപ്പം അതായത് ഇത്രയും ദിവസത്തെ ഈ 18 മാസത്തെ ട്രെയിനിങ് പ്രോഗ്രാം വളരെ എഫക്റ്റീവ് ആയിരുന്നു, പ്രത്യേകിച്ച് ജോലിയിലേക്ക്. അതെ, കാരണം ഓൾറെഡി നേരത്തെ പറഞ്ഞ പോലെ സ്ട്രീം 2-ലും 3-ലുള്ളവർ ധാരാളം പേരുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് 70 പേര് സ്ട്രീം 2, 3-ലുള്ളവരാണ്. അപ്പോൾ ഇവർക്ക് തന്നെ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട് അവരുടെ കൺസേൺ ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ ഞങ്ങൾ തന്നെ ഇനീഷ്യേറ്റീവിൽ ട്രെയിനിങ് സമയത്ത് ഒരു കുറേ സെഷൻസ് ഓർഗനൈസ് ചെയ്തു, ഇവർ തന്നെ ട്രെയിനിങ് എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി. ഞങ്ങൾക്ക് എല്ലാവർക്കും ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യേണ്ട ആവശ്യം വന്നിരുന്നു. അപ്പോൾ എല്ലാവരും കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റിൽ, നേരത്തെ ജോലി ചെയ്തിട്ടുള്ള ഡിപ്പാർട്ട്മെന്റിൽ അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യങ്ങൾ, സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ സെലക്ട് ചെയ്തിട്ട് കാണിച്ചിരുന്നു. അപ്പോൾ നമുക്കതൊക്കെ ഒരു എക്സ്പീരിയൻസ് ഷെയറിംഗ് ആണ്, കുറേ കാര്യങ്ങൾ പഠിക്കാൻ സാധിക്കും. പിന്നെ നേരത്തെ സർവീസിലുള്ളവർ തന്നെ അവർക്ക് പറ്റിയിട്ടുള്ള മിസ്റ്റേക്സ് പറയും. അതായത് പോസിറ്റീവ് മാത്രം പറഞ്ഞ കാര്യമില്ല, നമ്മൾ എന്തൊക്കെ മിസ്റ്റേക്സ് സംഭവിക്കാൻ സാധ്യതയുണ്ട് അതും കൂടി പറഞ്ഞു തരും, മനസ്സിലാക്കാൻ സാധിച്ചു. ഇപ്പം സാർ കുറച്ചധികം നാള് UPSCക്ക് അല്ലെങ്കിൽ ഒരു 2 വർഷക്കാലം UPSCക്ക് പ്രിപ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് KASന് പ്രിപ്പയർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീഡിയോ കാണുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ഇതേപോലെ തന്നെ ഇപ്പോൾ KAS വിളിച്ച സമയമായതുകൊണ്ട് തന്നെ പ്രിപ്പറേഷന് KASൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അവരുടെ ഒരു സ്റ്റഡി എങ്ങനെയായിരിക്കണം, കുറച്ചുകൂടെ ഫോക്കസ് കൊടുക്കേണ്ട എന്തിനായിരിക്കണം അവർ? ഞാൻ KAS നോട്ടിഫിക്കേഷൻ വന്ന സമയത്ത് എനിക്കുണ്ടായിട്ടുള്ള ഒരു കോൺഫിഡൻസ് കുറഞ്ഞൊരു മേഖല എന്താണെന്ന് വെച്ചാൽ, ആ സമയത്ത് ഞങ്ങളുടെ UPSC സിവിൽ സർവീസ് സർക്കിളിലുള്ള ഓൾറെഡി സിവിൽ സർവീസ് കിട്ടിയിട്ടുള്ള ഒരു എക്സാം എഴുതുന്നുണ്ട്. കാരണം അവർക്ക് കേരളത്തിലേക്ക് പോസ്റ്റ് കിട്ടാൻ വേറെ കുറച്ച് പേര് UPSCയുടെ ഇന്റർവ്യൂ പല പ്രാവശ്യം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ പോയിട്ടുണ്ട്. UPSCയുടെ മെയിൻസ് പല പ്രാവശ്യം എഴുതിയിട്ടുള്ളവർ പോകുന്നുണ്ട്. ആ സമയത്താണ് നമ്മൾ KS പഠിക്കാൻ പോകുന്നത്. നമുക്ക് തന്നെ സംശയമായിരുന്നു എങ്ങനെ ക്രാക്ക് ചെയ്യാൻ സാധിക്കും, വേക്കൻസി കുറവാണ്, സ്ട്രീം 1-ൽ ഇത്ര വേക്കൻസി ഉള്ളൂ, അപ്പോൾ ഈ പറയുന്നവരൊക്കെ ആയിട്ട് തന്നെയാണ് കോമ്പറ്റ് ചെയ്യേണ്ടത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ആ സമയത്ത് വ്യക്തമായിട്ടുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. UPSC മെയിൻസ് എന്തുകൊണ്ടാണോ ഫെയിൽ ആവാൻ ചാൻസ്, ആ പറയുന്ന മിസ്റ്റേക്സ് റിപ്പീറ്റ് ചെയ്യില്ല. പിന്നെ കേരള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറേ കൂടി ഫോക്കസ് ചെയ്ത് പഠിക്കും. അപ്പോൾ എനിക്ക് ഈ സെക്കൻഡ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. സെക്കൻഡ് നോട്ടിഫിക്കേഷൻ പഠിക്കുന്ന എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം, കേരള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് പഠിക്കുക, ഇൻഡെപ്ത് ആയിട്ട് പഠിക്കുക, നമ്മുടെ എല്ലാവരുടെയും സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക. ഇപ്പോൾ മാത്സ് ആയിരിക്കും ഒരാൾക്ക് സ്ട്രെങ്ത്, മാത്സ് UPSCക്ക് കമ്പൽസറി അല്ല, പക്ഷെ ഈ KS പ്രിലിംസിന് മാർക്ക് കൗണ്ട് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസ് മനസ്സിലാക്കുക, സ്ട്രെങ്ത്തിൽ കുറേ കൂടി ബൂസ്റ്റ് ചെയ്യാം. വീക്ക് ആയിട്ടുള്ള പോയിന്റിൽ സിമ്പിൾ ക്വസ്റ്റ്യൻ വന്നാൽ പോലും അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ KS പ്രിലിംസ് ഫോക്കസ് ചെയ്യാം. KSന്റെ പ്രിലിംസ് മെയിൻസ് ഇന്റർവ്യൂ 3 സ്റ്റേജിന്റെ എന്താണ് ഡിമാൻഡ് എന്നുള്ള കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കി മനസ്സിലാക്കാം. കേരള PSCയുടെ ഗ്രാജുവേറ്റ് ലെവൽ എക്സാംസിന്റെ
പേപ്പേഴ്സ് കിട്ടും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടംപോലെ സെക്രട്ടേറിയറ്റ് അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് പോലത്തുള്ള പേപ്പേഴ്സ് നോക്കി മനസ്സിലാക്കുക. പിന്നെ സാധാരണ ഒരു ഇതുണ്ട്, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ റോഡിലൂടെ വണ്ടി ഓടിക്കാൻ നേരത്ത് എത്ര എക്സ്പീരിയൻസ് പറഞ്ഞ ഒരാളാണെങ്കിലും ബാക്കിലേക്ക് നോക്കിയല്ലേ ഓടിക്കുന്നത്, ഫ്രണ്ടിലേക്ക് നോക്കി തന്നെയാണ് കാർ ഓടിക്കുള്ളൂ. പിന്നെ ചില സമയത്ത് സൈഡ് മിറേഴ്സ് നോക്കും. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ UPS KS പഠിക്കാൻ നേരത്ത് എത്ര എക്സ്പീരിയൻസ് പറഞ്ഞ വ്യക്തിയാണെങ്കിലും നേരെ നോക്കുന്നത് നമ്മൾ ഒരു വേക്കൻസി മാത്രം മതി നമുക്ക് റാങ്ക് കിട്ടാനും ജോലി കിട്ടാനും. അപ്പോൾ ആ ഒരു വേക്കൻസിക്ക് വേണ്ടി എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കാം. വേക്കൻസിയുടെ എണ്ണം നോക്കി മാത്രം പഠിക്കരുത്. നമുക്ക് ജോലി കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സർവീസിലേക്ക് വരുന്നെങ്കിൽ ജസ്റ്റ് ഒരു വേക്കൻസി മാത്രം മതി. ആ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ പഠിക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അവിടെ ഈ സാറ് പറഞ്ഞപ്പോൾ ഒരു പോയിന്റ് പറഞ്ഞായിരുന്നു, എൻ്റെ മെയിൻസിലെ മിസ്റ്റേക്കുകൾ അതെന്തൊക്കെയാണെന്ന് പറയാൻ പറ്റുമായിരിക്കും? മെയിൻസിൽ ഞാൻ 2 പ്രാവശ്യം മെയിൻസ് ചെയ്തിപ്പോഴും എനിക്ക് മെയിൻസിൽ മാർക്ക് കുറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ട്, മാർക്ക് കുറഞ്ഞ പേപ്പർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫാക്കൽറ്റീസ് പറഞ്ഞു മാർക്ക് കുറഞ്ഞ പേപ്പർ നിങ്ങൾ ഒന്നും കൂടി എഴുതണം, അതായത് ഡിസ്ക്രിപ്റ്റീവ്. പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു എക്സാം എഴുതി ആൻസർ കീ കിട്ടി, ആൻസർ കീ നോക്കി ഓക്കെ ഇതാണ് ആൻസർ കീ, ഓക്കെ ഫൈൻ. പക്ഷെ വീണ്ടും എന്തിനാണ് എഴുതേണ്ട ആവശ്യമുണ്ടോ എന്നുള്ള ധാരണ വന്നു. പിന്നെ സാർ തന്നെ പറഞ്ഞു നമുക്ക് സെയിം ആൻസർ നിങ്ങൾ എഴുതി നിങ്ങൾക്കൊരു ഇപ്പോൾ 20 മാർക്സ് 10 മാർക്സ് കിട്ടി, പക്ഷെ എങ്ങനെയാണ് 10ൽ നിന്ന് 11 മാർക്കിലേക്ക് ആക്കണേ എന്നുള്ളത് നിങ്ങളൊരു മാപ്പ് വരയ്ക്കേണ്ടി വരും, ഫ്ലോ ചാർട്ട് വരയ്ക്കേണ്ടി വരും, ഡയഗ്രാം വരയ്ക്കേണ്ടി വരും, എക്സാമ്പിൾ കൊടുക്കേണ്ടി വരും. പക്ഷെ അതൊക്കെ ആൻസർ കീലുണ്ട്. ഞാൻ വിചാരിച്ചു ആൻസർ കീലുണ്ടല്ലോ, ഞാൻ എന്തിനാണ് രണ്ടാമത് ആവശ്യമില്ല. പക്ഷെ അതാണ് എനിക്ക് തോന്നുന്നു ഞാൻ ചെയ്തിട്ടുള്ള ഒരു മിസ്റ്റേക്ക്. പക്ഷെ KS വരാൻ നേരത്തെ ഞാനത് റിപ്പീറ്റ് ചെയ്തില്ല. അപ്പൊ അവിടെ അപ്പൊ ഒരു എക്സാമിന്റെ ഡിസ്ക്രിപ്റ്റീവ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയായിരിക്കും? ഞാൻ KSന്റെ മെയിൻസ് വരാൻ നേരത്ത് എല്ലാ പേപ്പറിനും സ്പെസിഫിക് ആയിട്ട് കീവേഡ്സ് എഴുതി വെച്ചു. പേപ്പർ 1, 2, 3 സ്പെസിഫിക് ആയിട്ടുള്ള കീവേഡ്സ് എഴുതി വെച്ചു. മാപ്പ് വരയ്ക്കാൻ നേരത്ത് എങ്ങനെ ചെറിയ സമയം കൊണ്ട് മാപ്പ് വരയ്ക്കുക എന്നുള്ളത് കുറേ പ്രാക്ടീസ് ചെയ്തു. എങ്ങനെ ഫ്ലോ ചാർട്ട് വരയ്ക്കാൻ സാധിക്കും, എങ്ങനെ ധാരാളം ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തപ്പോൾ എങ്ങനെ ഫ്ലോ ചാർട്ട് ഈസി ആയിട്ട് വരയ്ക്കാൻ സാധിക്കും എന്നുള്ളതിനെ പറ്റി ധാരണ വന്നു. പിന്നെ അതുപോലെ എക്സാമ്പിൾ കുറേ നോട്ട് ചെയ്തതിന് വെച്ചു. അതായത് ഇപ്പോൾ ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ എക്സാമ്പിൾസ് എഴുതണം. അപ്പോൾ പേപ്പർ 1ലുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാനൊരു ബുക്കിലാക്കി എഴുതി വെച്ചു. ലാസ്റ്റ് എക്സാമിന് തൊട്ട് മുമ്പ് ആ പേജ് 1, 2, 3 പേജ് മാത്രം വായിച്ചാൽ മതി. ആ രീതിയിൽ പോയിന്റ് വൈസ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഇപ്പൊ UPSC മോക്ക് വരെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും, മോക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? UPSC മോക്ക് ഇന്റർവ്യൂ. അപ്പോൾ അന്നേരം ഏകദേശം നമുക്ക് UPSC ഒരു ധാരണയുണ്ടാവും. അപ്പോൾ ഈ 2 ഇന്റർവ്യൂസ് എങ്ങനെയായിരുന്നു വ്യത്യാസപ്പെടുന്നത്? ഇപ്പൊ റിയൽ ഇന്റർവ്യൂ KSന് വേണ്ടി അറ്റൻഡ് ചെയ്തു, ഹൈക്കോർട്ടിന് വേണ്ടി ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കാണും. അപ്പോൾ ഈ ഇന്റർവ്യൂസിൽ എങ്ങനെയായിരുന്നു ഒരു വ്യത്യാസം? KS ഇന്റർവ്യൂ എന്തുകൊണ്ട് വ്യത്യാസമായിട്ടിരിക്കുന്നുണ്ട്? KS കിട്ടിയതിന് ശേഷം KS ട്രെയിനിങ് സമയത്ത് എനിക്ക് UPSCയുടെ ഒരു ആക്ച്വൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി. UPSC EPFO എക്സാം നേരത്തെ എക്സാം പാസ്സായിരുന്നു, അത് കോവിഡ് കാരണം ഇന്റർവ്യൂ ലേറ്റ് ആയി. അപ്പോൾ KSന്റെ ട്രെയിനിങ് സമയത്ത് കോഡ് വന്നു. അപ്പൊ എന്തായാലും ജോലി ഉണ്ട്, പിന്നെ എന്തായാലും ജോയിൻ ചെയ്യില്ല, UPSC EPFO ജോയിൻ ചെയ്യില്ല എന്നുള്ള എനിക്ക് ധാരണയുണ്ട്. പക്ഷെ എന്നാലും UPSCയുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ള ഒരു ധാരണയിൽ ഡൽഹിക്ക് പോയി. അപ്പോ കേരള ഹൗസിലാണോ അതും താമസമൊക്കെ? അതെ, കേരള ഹൗസിലായിരുന്നു, ഡൽഹി തന്നെയായിരുന്നു ഇന്റർവ്യൂ. UPSC ഭവനിലായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ UPSC സിവിൽ സർവീസ് ഇന്റർവ്യൂ ഞാൻ മനസ്സിലാക്കുന്നുള്ള ഒരു ഇന്റർവ്യൂ ബോർഡിൽ 5 പേരുണ്ടാവും. പക്ഷെ KSന്റെ 6 പേരുണ്ടായി. പിന്നെ അതുപോലെ എല്ലാവരും മലയാളികളായിരുന്നു. മലയാളികളാണെന്നാണ് എന്റെ ധാരണ. എനിക്ക് എല്ലാവരുടെയും പേരും കാര്യങ്ങളും അറിയില്ല. PSC ചെയർമാൻ ആയിരുന്നു ഞങ്ങളുടെ ബോർഡിന്റെ ഹെഡ്. പിന്നെ അതുപോലെ PSC മെമ്പേഴ്സ് ഉണ്ടായി. പിന്നെ സീനിയർ മോസ്റ്റ് IAS ഓഫീസർ ഉണ്ടായി. പിന്നെ ഒരു സൈക്കോളജിസ്റ്റ് എന്ന് തോന്നുന്നു ഒരാൾ ഉണ്ടായി, ഡോക്ടറാന്ന് തോന്നുന്നു ഒരാൾ, ഒരു ലേഡി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പാനലാണ്. അക്കാഡമിഷ്യൻ ഉണ്ടായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് അവരുടെ പേരൊന്നും അറിയില്ല, ഫേസ് കണ്ടിട്ടുള്ള ഒരു ധാരണയിൽ അക്കാഡമിഷ്യൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ ഇത്രയും പേരാണ് പാനൽ ഉണ്ടായിട്ടുള്ളത്. ഓൾമോസ്റ്റ് ഒരു 20-25 മിനിറ്റ്സോളം ഇന്റർവ്യൂസ്. മോസ്റ്റ് ക്വസ്റ്റ്യൻസും നമ്മുടെ കേരള റിലേറ്റഡ് തന്നെയായിരിക്കും, നമ്മുടെ അക്കാഡമിക്കും ഒക്കെ റിലേറ്റഡ് ആയിട്ടാണ്. ബേസിക്കലി ഞങ്ങൾ മോക്ക് ഇന്റർവ്യൂവിൽ ചോദിച്ചത് എന്റെ സ്ഥലം പെരുമ്പാവൂരാണ്. അപ്പൊ പെരുമ്പാവൂർ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ ധാരാളം മോക്ക് ഇന്റർവ്യൂവിൽ വന്നു. അപ്പൊ ഞാനും എക്സ്പെക്ട് ചെയ്തിരുന്നത് ആക്ച്വൽ ഇന്റർവ്യൂവിൽ പെരുമ്പാവൂരിനെ പറ്റി ചോദിക്കും എന്നുള്ള രീതിയിലാണ്. പക്ഷെ പെരുമാനെ പറ്റി ഒന്നും ചോദിച്ചില്ല. അപ്പോൾ ചിലപ്പോൾ ഞങ്ങള് ആ സമയത്ത് ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്താണെന്ന് വെച്ചാൽ ഡിസ്ട്രിക്ട് വൈസ് ആയിരുന്നു. ട്രിവാൻഡ്രം ഒരു ഡേറ്റ്, കൊല്ലം ആ രീതി പോയിട്ട് എറണാകുളത്തുള്ളവർക്ക് ഒരു ഡേറ്റിലായിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ചോദിച്ചില്ല. എനിക്ക് ആഫ്റ്റർനൂൺ സെഷൻ ആയിരുന്നു ഇന്റർവ്യൂ. അപ്പോൾ അത് ചോദിച്ചില്ല. പക്ഷേ ബാക്കിയുള്ള കേരള സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ഷോർട്ടുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്റ്റീവിന് കറക്റ്റായിട്ട് അതിനൊട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും ആ ഒരു മാർക്ക് നേടാൻ സാധിക്കത്തുള്ളൂ. പിന്നെ സാറിനോട് എനിക്ക് അവസാനമായിട്ട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പം പഠനകാലത്തും ഒരു ആവറേജ് അല്ലെങ്കിൽ അതിന് എബോ നിൽക്കുന്ന ഒരു കുട്ടിയായിരുന്നു. അങ്ങനെ ഒരാൾക്ക് സ്വപ്നം കാണാൻ സാധിക്കുന്നത് തന്നെയാണ് അല്ലേ നമ്മളെ
അപ്പോൾ അവിടെ എന്താണ് എല്ലാവരും ഇപ്പം ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എനിക്കൊരു ഡിഗ്രി മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ എനിക്കിത് പഠിക്കാൻ പറ്റുമോ? ബിടെക്കാരൊക്കെ ഒരുപാട് പേർക്ക് ഡൗട്ടാണുള്ളത്, എനിക്ക് പഠിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ഹിസ്റ്ററിയും ജോഗ്രഫിയും ഒക്കെ? അതിനോട് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ളത്? എനിക്ക് ബിടെക്കിൽ 15 to 16 പേപ്പർ ബാക്ക്ലോഗ് ഉണ്ടായ ഒരു വ്യക്തിയാണ്. ബിടെക് ലാസ്റ്റ് ഇയർ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് നമുക്ക് സിവിൽ സർവീസ് പഠിക്കാം എന്ന് പറയുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട്സിന് അതിൻ്റെ ഇരട്ടിയാണ് ബാക്ക്ലോഗ്. അപ്പോൾ അവരൊക്കെ പറയുന്നത് ഒരു എക്സാം എഴുതണമെങ്കിൽ ഞങ്ങളുടെ അറിവിൽ ബേസിക് ആയിട്ട് വേണ്ട ഒരു കാര്യമാണ് ഒരു ഡിഗ്രി വേണം. ഡിഗ്രി നമുക്ക് രണ്ടുപേർക്കും ഇല്ല. നമുക്ക് എങ്ങനെയാണ് എക്സാം എഴുതി പാസ്സാവാൻ സാധിക്കുക എന്നുള്ളൊരു സംശയം അന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് പിന്നീട് എനിക്ക് തോന്നുന്ന കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു സിമ്പിൾ കോമൺ സെൻസ് മാത്രം മതി ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ. ഇപ്പോൾ ഈ എക്സാം ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള വ്യക്തികൾ മാത്രം ക്രാക്ക് ചെയ്യുമെങ്കിൽ നിങ്ങളിപ്പോൾ UPSC ആണെങ്കിലും KS പോലത്തുള്ള ബാക്കി സ്റ്റേറ്റ് സിവിൽ സർവീസ് എക്സാംസ് നോക്കി കഴിഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ ഏറ്റവും ടോപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ആളുകളുടെ പേര് മാത്രമേ വരുള്ളൂ. പക്ഷെ നിങ്ങളിപ്പോൾ KSന്റെ തന്നെ ലാസ്റ്റ് ഇയറിലെ റാങ്ക് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുള്ളവരുണ്ട്, വലിയ മാർക്കില്ലാതെ ജസ്റ്റ് ഒരു ബേസിക് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ രീതിയിൽ ആവറേജ് മാർക്ക് മാത്രം ഉണ്ടായിട്ടുള്ള ധാരാളം സ്റ്റുഡൻസ് പാസ്സായിട്ടുണ്ട്, ഹൈ മാർക്കുള്ളവർ പാസ്സായിട്ടുണ്ട്. പക്ഷെ UPSC സിവിൽ സർവീസ് പ്രിലിംസ് പാസ്സാവാത്തവർ ഒരു ടോപ്പ് റാങ്കിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു നമ്മളുടെ പഠിച്ച കോളേജ് മാത്രം മാനദണ്ഡമാക്കിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാൻ പഠിച്ച സ്കൂളോ അല്ലെങ്കിൽ എൻ്റെ മാർക്കോ അതൊക്കെ പാസ്റ്റാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് 10th മാർക്ക് കൂട്ടാൻ സാധിക്കില്ല, +2 മാർക്ക് കൂട്ടാൻ സാധിക്കില്ല, എനിക്ക് വന്നു പോയ ബാക്ക്ലോഗ് കുറയ്ക്കാനും കൂട്ടാനും സാധിക്കില്ല. അപ്പോൾ അതൊക്കെ നമ്മുടെ പാസ്റ്റാണ്. പക്ഷെ നമുക്കിനി എങ്ങനെയാണ് എക്സാം ക്രാക്ക് ചെയ്യാൻ നേരത്ത് ഈ പറഞ്ഞ പാസ്റ്റിനെ എങ്ങനെ ചെയ്യാം? KS പോലത്തുള്ള കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എക്സാമിൽ ധാരാളം നെഗറ്റീവ് ഫാക്ടേഴ്സ് ഉണ്ട്. കാരണം നാട്ടുകാർ ചോദിക്കും ജോലി ആയില്ല എന്നുള്ള കാര്യം ചോദിക്കും, കുറേ വർഷമായില്ല എന്തുകൊണ്ട് ജോലി ആയില്ല എന്നുള്ള ചോദ്യങ്ങളൊക്കെ നാട്ടിൽ പോകുമ്പോൾ ധാരാളം ഫേസ് ചെയ്യേണ്ട സാഹചര്യം വരും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ചിലപ്പോൾ വേറെ ജോലികൾ കിട്ടും, നമുക്ക് ചിലപ്പോൾ ഈ എക്സാമിൻ്റെ പല എക്സാംസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പാസ്സാകാൻ പോലും സാധിക്കാത്ത സാഹചര്യങ്ങൾ വരും. പക്ഷെ ആ സമയത്തൊക്കെ പോസിറ്റീവായിട്ട് നിൽക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്കുള്ള ആകെ ഒരു ഓപ്ഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടാക്കാം. കാരണം പോസിറ്റീവായിട്ടുള്ള ഫ്രണ്ട് സർക്കിൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും അത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു സാറിന്റെ കൂടുതൽ പേരും ഈ എക്സാമിന് വേണ്ടി ഇതേപോലെ വർഷങ്ങളായിട്ട് അപ്പിയർ ചെയ്ത ആൾക്കാർ തന്നെയായിരുന്നു അല്ലേ? അതെ, ഇപ്പോഴും ഞങ്ങളുടെ സെയിം വീട്ടിൽ താമസിച്ചിട്ടുള്ളവർ തന്നെ 3 പേര് കേസിലുണ്ട്, കേസിൽ സർവീസിലുണ്ട്. അതിൽ 2 പേര് ഞാനും വേറൊരു ഫ്രണ്ടും കാസർഗോഡ് തന്നെയാണ്, വേറൊരാൾ ട്രിവാൻഡ്രാണ്. ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച 6 പേരിൽ 3 പേരും കേസ് തന്നെ കയറി, ബാക്കി ഒരാള് കേരള ഗവൺമെന്റിന് ഒരു ജോലി കിട്ടി കയറിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാൽ കിട്ടും. അതായത് ഒരുപാട് എക്സാം സാറ് പറഞ്ഞത്, സാർ അധികം എക്സാംസ് കേരള PSC UPSC തുടങ്ങി പിന്നീട് എന്ത് എക്സാമും നമ്മൾ അപ്പിയർ ചെയ്തു അല്ലേ? ചിലപ്പം ഒരു UPSC ആസ്പിരൻസ് കുറേ പേര് ആ ആഗ്രഹങ്ങൾ അവിടെ നിർത്തി വെച്ച് പിന്നീട് വേറെ പ്രൊഫൈലിലേക്ക് പോകുന്നതാണ്. പക്ഷെ സാറിന്റെ കേസിൽ അങ്ങനെ ഉണ്ടായില്ല, ഡിഫറെന്റ് എക്സാംസ് ട്രൈ ചെയ്തു അല്ലേ? അത് അവിടെ നിന്നാണ് നമ്മൾ KSലേക്ക് എത്തപ്പെടുന്നത്. ഇതിനിടയ്ക്ക് സാറ് വിവാഹിതനായി, ജോലി KS കിട്ടുന്നതിന് മുമ്പ് വരെ വിവാഹിതനായില്ലേ? അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞ ശേഷം മോൻ ഉണ്ടാവുന്ന ദിവസമാണെന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് കേസിന്റെ അഡ്വൈസ് കേരള PSC ഹെഡ്ക്വാർട്ടേഴ്സിന് കിട്ടുന്ന ആ ദിവസം നവംബർ 1-ാം തീയതി 2020 എൻ്റെ മോൻ ഉണ്ടാവുന്നത്. അന്ന് രാവിലെ മോൻ ഉണ്ടാവുന്നു, 10 മണിക്ക് കേരള PSC അഡ്വൈസ് മെമ്പർ വാങ്ങുന്നു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ നിന്നാണ് ട്രിവാൻഡ്രത്തേക്ക് യാത്ര ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ ഒരു കോയിൻസിഡൻസ് ആയിട്ട് വന്നു. ഇപ്പൊ ജോലിയിലെത്തി, അതിനുശേഷമുള്ള ഒരു ജീവിതം? ജോലി സ്റ്റാർട്ടിങ്ങിൽ ഞാനിപ്പം സർവേസ് ആൻഡ് ലാൻഡ് റെക്കോർഡ്സ് ഡിപ്പാർട്ട്മെന്റിലാണുള്ളത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്, പഠിച്ചെടുക്കാൻ കുറച്ച് സമയം എടുത്തു. പക്ഷെ എന്നാൽ കൂടി ഒരു ടൈമിനുള്ളിൽ തന്നെ എല്ലാം പഠിക്കാൻ സാധിച്ചു. നല്ല രീതിയിലുള്ള സ്റ്റാഫിന്റെ സപ്പോർട്ട് ഉണ്ടായി. കാസർഗോഡ് കളക്ടർ ഇമ്പശേഖരൻ സാറിന്റെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ട്, ബാക്കി സീനിയർ ഓഫീസേഴ്സിൻ്റെ ഒക്കെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2023 ജൂലൈയിലാണ് ഞങ്ങൾ ഫസ്റ്റ് പോസ്റ്റിംഗ് വന്നത്. 2024 റവന്യൂ അവാർഡ്സിൽ ബെസ്റ്റ് അസിസ്റ്റന്റ് ഡയറക്ടർ അവാർഡ് കിട്ടാൻ സാധിച്ചു. പക്ഷെ അത് ഒരു വ്യക്തിയുടെ മാത്രമല്ല, ഒരു മൊത്തം ടീമിൻ്റെ ആയിട്ടുള്ള എഫേർട്ടിന്റെ ഭാഗമായിട്ടാണ് ആ അവാർഡ് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ പോകുന്നു. പക്ഷെ എന്നാലിപ്പോൾ മാനേജ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. ഓക്കെ, ഇനി UPSCയുടെ സ്വപ്നങ്ങളിലേക്ക് വീണ്ടും നടന്നെടുക്കുന്നുണ്ടോ? UPSCയിലേക്ക് ഇനി പോകാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം ഒന്നാമത് UPSCക്ക് വേണ്ടി മാത്രം പഠിക്കണം. നമുക്ക് എത്ര UPSC എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോലും ആ ട്രാക്കിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീണ്ടും ആ ട്രാക്കിലേക്ക് വരുന്നെങ്കിൽ വീണ്ടും നോട്ട്സ് ചെയ്യണം. പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ KSൽ ഓക്കെയാണ്, ഞാനിപ്പോൾ KSൽ ഹാപ്പിയാണ്. എൻഡ് ഓഫ് ദി ഡേ നമ്മുടെ ഹാപ്പിയാണല്ലോ, നമ്മുടെ സന്തോഷമാണ് നോക്കണം. KSൽ ഞാനിപ്പോൾ ഹാപ്പിയാണ്. അതുകൊണ്ട്
UPSC ഇപ്പം നോക്കുന്നില്ല. എന്തായാലും ATS കഴിയാൻ നേരത്ത് നമ്മളെല്ലാവരും സീനിയോറിറ്റി അനുസരിച്ചിട്ട് IASലേക്കുള്ളത് എലിജിബിൾ ആവും. അപ്പോൾ കേരളത്തിൽ തന്നെ IAS കിട്ടാൻ നല്ലതായിരിക്കും. ആണ്. അപ്പം ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് തോന്നുന്നു എന്താണ് KS, എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഒരു ഉദ്യോഗാർത്ഥി ഏതൊക്കെ ലെവലിൽ കൂടെ കടന്നുപോയി എന്നുള്ള എല്ലാ ബേസിക് കാര്യങ്ങളും സാറ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ സാർ ഒരുപാട് നന്ദി. ഇനിയും വീണ്ടും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൻ്റെ പ്ലാറ്റ്ഫോമിലോട്ട് ഞങ്ങളുടെ കുട്ടികൾക്ക് അറിവ് പകരാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു സോ മച്ച്.